അതിന് പാലറ്റബിലിറ്റി വേണം. പാലറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി യു ഹാവ് ടു ആഡ് ഷുഗർ. ഓക്കെ, മധുരത്തിന് വേണ്ടി കുറേ സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ ആകാൻ ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഷുഗറിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഫാസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഫംഗസ് ഗ്രോത്ത് വരും, ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ദേ വിൽ ആഡ് പ്രിസർവേറ്റീവ്സ്. പക്ഷെ നമ്മുടെ ഡ്രൈ സ്റ്റേറ്റിലെ ഈ പൗഡർ ഇരിക്കുന്ന കൊണ്ട് പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യമില്ല, ഫ്ലേവേഴ്സ് ആവശ്യമില്ല. ഓക്കെ, ദെൻ സ്വീറ്റനിങ് ഏജന്റ് ഇത് ശരിക്കും പറഞ്ഞ എന്താ പറഞ്ഞ നേച്ചുറൽ സോഴ്സ് ആ ഇൻഗ്രീഡിയൻസ് ആസ് ഇറ്റ് ഈസ് ഏത് ഫോമുല എടുക്കുന്നോ അതേ ഫോമുല ഈ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അതാ നമുക്ക് ഇതിന്റെ ഇഫക്റ്റ് വരാൻ കാരണം. ഇപ്പൊ മാർക്കറ്റിൽ എന്താന്ന് പറഞ്ഞാൽ എലിക്സർ മിക്സ് കഴിച്ച ഉടനെ നമുക്ക് വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സെക്കൻഡ് ഡേ, ഇന്ന് രാത്രി കഴിച്ചാൽ സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ എണീക്കുമ്പം വിത്ത് റിസൾട്ടോടെ എണ്ണിക്കുന്നത്. ഓക്കെ, സോ വി ഗെറ്റ് ഫാസ്റ്റർ റിസൾട്ട്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പോയിന്റ്സ്. ഓക്കെ, ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇതിൽ എന്തെങ്കിലും സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ വേറെ വല്ല അൺവാണ്ടഡ് ബാൻഡ് സബ്സ്റ്റൻസ് ഇവർ മിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന് സിന്തറ്റിക് കെമിക്കൽസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ആൾക്കാർ. ഇപ്പൊ മാർക്കറ്റില് കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്, റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതും പാടാ എന്ന് ആൾക്കാർ പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്തു 2 weeks, 1 month, 2.5 months, 3 months യൂസ് ചെയ്തു, റിസൾട്ട് ഇല്ല. അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് പറയുന്നു. പക്ഷെ എലിക്സർ മിക്സ് യൂസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫാസ്റ്റർ റിസൾട്ട്. അപ്പോഴും ആൾക്കാർ കംപ്ലൈന്റ് ആണ് ചെയ്യുന്നത്. റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കംപ്ലൈന്റ്, റിസൾട്ട് കിട്ടിയാലും കംപ്ലൈന്റ്. അതെന്താന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച ഉടനെ റിസൾട്ട് കിട്ടുന്ന ഫാസ്റ്റ് റിസൾട്ട്. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഡൗട്ട്. ഓക്കെ, നമ്മൾ വെൻ വി സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ് ഒരു ലോങ് ബാക്ക് 11 years ബാക്ക്, 12 years ബാക്ക്, 12 വർഷത്തിന് മുന്നേ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ അന്നും ഇതേ ഇൻഗ്രീഡിയന്റ് ആയിരുന്നു, അന്നും ഈ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കൂ നമുക്ക് എത്ര സ്ട്രഗിൾ ഉണ്ടായി കാണും. ഓക്കെ, അപ്പം ഇത് വലിയ വലിയ ആൾക്കാർ, വളരെ VVIP കസ്റ്റമേഴ്സ്, ഇന്ത്യയിൽ മാത്രമല്ല അബ്രോഡ്, ഔട്ട്സൈഡ് ഇന്ത്യ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് അത്ര VVIP കസ്റ്റമേഴ്സ് ഉണ്ട്. എന്റെ ഓൺ കസ്റ്റമേഴ്സ് വളരെ വലിയ കസ്റ്റമേഴ്സ്, അവർ ആരും എന്തോ ബിസിനസ് ചെയ്യത്തില്ല, ജസ്റ്റ് ദേ വിൽ യൂസ് ദ പ്രോഡക്റ്റ്. അപ്പം അവർക്ക് റിസൾട്ട് കിട്ടിയപ്പം എന്തോ നടന്നെന്നറിയാമോ, അവരുടെ സ്വന്തം ചെലവില് അവർ ലാബില് ഈ പ്രോഡക്റ്റിന് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ എനിക്ക് 1-2 റിപ്പോർട്ട് കിട്ടി. അപ്പൊ അവർ എന്താ പറഞ്ഞ, ദിസ് ഈസ് 100% നാച്ചുറൽ വൈറ്റമിൻ സപ്ലിമെന്റ്, അത് യു ക്യാൻ റെക്കമെൻഡ് ടു എനിവൺ, ഏത് ആൾക്കാർക്കും നിങ്ങൾ ധാരാളമായിട്ട്. അവര് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് അവർ തന്നില്ല. ഓക്കെ, കേരളത്തില് ഫേമസ് ആയ ഉള്ള ഒരു ആര്യവൈദ്യശാലയിൽ ഈ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവര് ആ ഡോക്ടർ, അതിന്റെ ചീഫ് ഡോക്ടർ പറഞ്ഞു ദിസ് ഈസ് 100% നാച്ചുറൽ, യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ട്രൈ ചെയ്തു, കിട്ടിയില്ല. അതേപോലെ ഒരു 5 years ബാക്ക് നമ്മൾ ഈ പ്രോഡക്ട്സ് അയച്ചു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കസ്റ്റംസ് ഏറ്റവും വളരെ ടഫസ്റ്റ് കൺട്രി വേൾഡിൽ 2 രാജ്യങ്ങളാണ്. ഓക്കെ, 3 രാജ്യങ്ങൾ, ഒന്ന് ഇസ്രായേൽ, സൗദി അറേബ്യ ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ സൗദി അറേബ്യയിൽ നമ്മുടെ ഈ സാധനം എലിക്സർ മിക്സ് അയച്ചപ്പോൾ ഒരു കസ്റ്റമറിന് 10 or 20 ബോക്സ് അയച്ച, കാരണം പുള്ളി ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി എടുക്കുമായിരുന്നു. അപ്പം ഇത് കസ്റ്റംസിൽ ഈ പ്രോഡക്റ്റ് പിടിച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ കൂടുതൽ വരുന്നുണ്ട്, നമ്പർ 1. നമ്പർ 2 മരുന്ന് ഇത്. നമ്പർ 3 ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കറിയാം എലിക്സർ മിക്സിന്റെ ബോക്സ് നിങ്ങൾ അതിന്റെ ബാക്കിൽ കണ്ടോ, ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻസ് ഫോർ യൂസ് ഒക്കെ ഉണ്ടല്ലോ. അതില് എന്തുവാ ഇട്ടിരിക്കുന്നത്, ഈ പൊടി എങ്ങനെ എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ, അണ്ടർ ദ ടങ് അല്ലേ. അപ്പൊ സൗദി കസ്റ്റംസ് എന്തോ വിചാരിച്ച് ഓക്കെ ഇത് ചിലപ്പം നാർക്കോട്ടിക് ഡ്രഗ് ആയിരിക്കും, അവർക്ക് സസ്പെക്ട് ചെയ്തു, അവർക്ക് ഡൗട്ട് വന്നു. അപ്പം അവരുടെ ഇന്റേണൽ ലബോറട്ടറി, ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി എന്ന് പറയും, ഗവൺമെന്റ് ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി, അവിടെ ഈ സാധനം എലിക്സർ മിക്സ് അവർ ടെസ്റ്റ് ചെയ്തു. ബട്ട് ഇറ്റ് ടുക്ക് 1 month, 1 മാസം എടുത്ത് ഈ പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. കാരണം നമ്മൾ ഇവിടെ നിന്ന് അയച്ചു, ഓക്കെ, പക്ഷെ റിസീവർ ഇല്ലേ, അവർക്കും ഈ ഗവൺമെന്റ് കസ്റ്റംസ് അവർക്ക് ഇൻഫോം ചെയ്തു, ഇതേപോലെ നിങ്ങളുടെ നെയിമിൽ ഈ പാക്കേജ് വന്നു, സോ ഞങ്ങൾക്കായ ചില പ്രോട്ടോകോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. സപ്പോസ് ഇഫ് ദ റിസൾട്ട് നിങ്ങൾക്ക് ഫേവറബിൾ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ കോൺസിക്വൻസ് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, കാരണം സപ്പോസ് ഒന്ന് വിചാരിച്ചു നോക്കി, ഇത് മോർഫിൻ, കൊഡീൻ, ഇങ്ങനത്തെ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് വല്ല ഉണ്ടായിരുന്നെങ്കിൽ അവന് ഇമ്മീഡിയറ്റ് ആയിട്ട്
റിസീവര്. പക്ഷെ സെൻഡർ ഈസ് ഫ്രം ഇന്ത്യ. അത് സമയമെടുക്കും. പക്ഷെ അയാൾ പേടിച്ചു പോയി. ഓക്കെ, കാരണം നമുക്കറിയാം സൗദി വളരെ ടഫസ്റ്റ് കൺട്രിയാ. ഓക്കെ, ആൽക്കഹോൾ ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ് അവിടെ. ഓക്കെ, അപ്പം 1 മാസം എടുത്തപ്പം നമുക്ക് റിസൾട്ട് കിട്ടി. അവര് പ്രോഡക്റ്റ് റിലീസ് ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് എന്തുവാണ്, ഇറ്റ് ഈസ് 100% നേച്ചുറൽ. ഓക്കെ, ഫ്രീ ഫ്രം എനി ബാൻഡ് ഐറ്റംസ്, മെറ്റൽസ് ഇല്ല, സ്റ്റീറോയിഡ്സ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്തോ നമ്മൾ ഒത്തിരി കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം അതാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സപ്ലിമെന്റ്, നേച്ചുറൽ സപ്ലിമെന്റ്. ഓക്കെ, കണ്ടാമിനൻസ് ഒന്നുമില്ല, അഡൾട്രേറ്റഡ് അല്ല. അഡൾട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ മിക്സിങ്, അത് ഒന്നുമില്ല. ഓക്കെ, 100% നേച്ചുറലാണ്. ഓക്കെ, ഈ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിലിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ദാറ്റ്സ് എ ടെക്നോളജി. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. പ്യൂരിഫൈ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നാനോ മീറ്റേഴ്സ്, നാനോ സെന്റിമീറ്റേഴ്സ്, അതിന്റെ ആ നാനോ മീറ്റേഴ്സ് ആ തീരെ ചെറിയ സൈസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ അടുത്തത്, എല്ലാ മരുന്നുകളും നമുക്ക് അണ്ടർ ദ ടങ് സബ്ലിംഗുകളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം മോളിക്യൂൾ സൈസ് മാറ്റേഴ്സ്. ഓക്കെ, മോളിക്യൂളിന്റെ സൈസ് ചെറുതായ മറ്റ് എന്നെങ്കിലേ നമുക്ക് സബ്ലിംഗിളായിട്ട് ഈ മരുന്ന് പോകത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് എ ടെക്നോളജി. പിന്നെ ഈ സബ്ലിംഗിൾ റൂട്ട് ഇനി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് ഇത് ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, GI ട്രാക്ക്, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്കിന്റെ കൂടി ഇത് പോകുന്നില്ല. അതുകൊണ്ട് ഇറ്റ് റീച്ചസ് ദ ഹാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അവിടെ നിന്ന് എല്ലാ സെൽസിനും അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആകും. അതുകൊണ്ട് എന്താന്ന് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് റൂട്ട്. ഓക്കെ, സേഫസ്റ്റ് റൂട്ട്. നമ്പർ 3, എഫിക്കസി. വേഗം എഫിക്കസി കിട്ടും. ബയോ അവൈലബിലിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് എഫിക്കസി കിട്ടുന്ന ബയോ അവൈലബിലിറ്റി. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് ഒന്നും വരുന്നില്ല. ഓക്കെ, നമ്മൾ 1 ഗ്രാം കഴിച്ചാൽ മാക്സിമം 99% അതിന്റെ എഫക്ട് കിട്ടും. ഇതേ ഓറൽ റൂട്ട് ആണെങ്കിൽ നമുക്ക് 50% അതിന്റെ എഫക്ട് കിട്ടത്തുള്ളൂ, എഫിക്കസി ഉള്ളൂ. കാരണം വേസ്റ്റേജ് വരും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന കാരണങ്ങൾ ഇതാ. ഇത് നമ്മൾ ആൾക്കാർക്ക് വി ഹാവ് ടു എക്സ്പ്ലെയിൻ, വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം. അല്ലെങ്കിൽ ആൾക്കാർ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫാസ്റ്റ് റിസൾട്ട് ഹൗ ഒരു ഓർഡിനറി സപ്ലിമെന്റ്, ഒരു നേച്ചുറൽ സപ്ലിമെന്റ് ക്യാൻ ഗിവ് ഇഫക്ട്, ഇത്ര ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ എഫക്ട് കൊടുക്കാൻ പറ്റുമെന്ന് അവർക്ക് ഡൗട്ട് വരും. പക്ഷെ ദീസ് ആർ ദ പോയിന്റ്സ്. എന്തുവാ, സബ്ലിംഗൽ റൂട്ട് 1, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് നാനോ ടെക്നോളജി. പിന്നെ അതുമല്ലാതെ നമ്മൾ ആ ഹെർബ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നില്ല. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, മെഡിക്കലി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമുള്ള, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ഈ കമ്പനിക്ക്. ആ ടാർഗറ്റ് ഇൻഗ്രീഡിയൻസിനെ അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ്. അപ്പം ഈ ഫോർമുല നോക്കിയിട്ട് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡില് കുറെ കമ്പനീസ് ഈ ഫോർമുല ട്രൈ ചെയ്ത് ഈ പ്രോഡക്റ്റിനെ അവർ കൊണ്ടുവന്നു ലോഞ്ച് ചെയ്തു. എല്ലായിടത്തും ടോട്ടൽ ഫെയിലിയർ. കാരണം നമ്മള് ഹെർബ്സിനെ മെൻഷൻ ചെയ്ത് വി ഹാവ് നമ്മുടെ, നിങ്ങൾ എലിക്സർ മിക്സിന്റെ ബോക്സിൽ നോക്കിയാണ്. ഹലോ, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, അപ്പം എഫക്ട് കിട്ടാൻ കാരണം ദീസ് ആർ ദ ബോക്സിൽ ബാക്കിൽ നോക്കിയാൽ ലേബിൾ കണ്ടന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഹെർബ്സിന്റെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ട്രിച്ചിലിയ കാറ്റിഗുവ, കാർഡിസെപ്സ്, സാപ്പാമോട്ട, ഇങ്ങനത്തെ ലിസ്റ്റേ ഉള്ളൂ. ബട്ട് വാട്ട് എക്സാക്ട്ലി ദ ട്രിച്ചിലിയ കാറ്റിഗുവ കണ്ടെയ്ൻസ്, ട്രിച്ചിലിയ കാറ്റിഗുവയിൽ എന്തുവാ സംഭവം ഇരിക്കുന്നത്, അതിന്റെ അളവ് നോക്കിയേ. ഓക്കെ, ദാറ്റ് ഈസ് ദ സീക്രട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ സീക്രട്ട്. ഞാൻ മീറ്റിംഗിൽ കട്ടുമൈൻ എന്ന് പറഞ്ഞ ആൽക്കലോയിഡ് പറയുന്നുണ്ട്, പക്ഷെ ഇതിനേക്കാളും വേറെ ഇൻഗ്രീഡിയൻസും ആ ഹെർബ്സിൽ നിന്ന് അവർ എടുക്കും. ദാറ്റ് ഈസ് ദ സീക്രട്ട്. അതുകൊണ്ട് ഈ ഫൈനൽ ഇൻഗ്രീഡിയന്റ്, ഓക്കെ, ആ ഫോർമുല ഇറ്റ്സ് വളരെ സീക്രട്ട് ആണ്. അതുമല്ലാതെ ഇറ്റ്സ് എന്തോ അത് ഒരു ഫാന്റാസ്റ്റിക് ഫോർമുല. ഓക്കെ, കുറെ കമ്പനീസ്, വേൾഡിൽ റിനൗണ്ട് കമ്പനീസ്, ഈവൻ ഇന്ത്യൻ കമ്പനീസ്, കുറെ നെറ്റ്വർക്ക് കമ്പനീസ് ഇതിനു വേണ്ടി ട്രൈ ചെയ്തു. ദേ ഹാവ് ഫോർമുലേറ്റഡ്. ഓക്കെ, എല്ലാം ടോട്ടൽ ഫെയിലിയർ ആയി. ഓക്കെ, ദാറ്റ്സ് ദ റീസൺ നമ്മൾ ഇന്നും യുണീക്ക് ആയിട്ട് ഇരിക്കാൻ കാരണം നമ്മുടെ അവർ സ്ട്രെങ്ത് ഈസ് ഇൻ ദ ഫോർമുല. ഓക്കെ, അതുകൊണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇറ്റ്സ് എ വളരെ എക്സലന്റ് കോമ്പിനേഷൻ. ഓക്കെ, എക്സലന്റ് കോമ്പിനേഷൻ. അതിന്റെ പ്രോസസ് എക്സലന്റ്. ഓക്കെ, മറ്റ് പ്രോഡക്ട്സിനെ പോലല്ല. ഇറ്റ് ഈസ് ഇൻകംപാരബിൾ ഇൻ ദ ഇൻഡസ്ട്രി. മാർക്കറ്റില് എലിക്സർ മിക്സിന്റെ കൂടെ ഇനി ഒരു പ്രോഡക്റ്റിനെ യു കനോട്ട് കമ്പയർ.
Okay, superior product, okay, gives faster result. Okay, ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മെയിൻലി ഇതിന് ഈ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഇഫക്റ്റ് ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ അപ്പാർട്ട് ഫ്രം alkaloids, flavonoids, vitamins, minerals, trace elements, semi-essential amino acids, ഇതിന്റെ അപ്പുറത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതാ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അതും ഇതിലുണ്ട്. എന്തുവാ? ഡോപ്പമൈൻ, അസ്റ്റൈൽകോളിൻ, സെറോട്ടോണിൻ, നോറഡ്രിനലിൻ, നോർഎഫിനെഫ്രിൻ. ഓക്കെ, ദീസ് ആർ വെരി വാല്യുബിൾ കെമിക്കൽസ്. ഓക്കെ, ഈ കെമിക്കൽസ് ഒക്കെ വാല്യൂ നോക്കിയാൽ ലക്ഷങ്ങൾ വരും. ഓക്കെ, അത്ര ഇത് മെയിൻലി ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ നെർവസ് സിസ്റ്റം, ഇറ്റ് കാംസ് ദ നെർവസ് സിസ്റ്റം. കാരണം നമ്മുടെ ബോഡിയില്, ഹ്യൂമൻ ബോഡിയില് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഏതാണെന്നറിയോ? നെർവസ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. കാരണം both these two systems put together travels more than 1,61,000 kilometer length. Okay, Kanyakumari to Kashmir length is around 3,000 to maximum 3,500 kilometers length. പക്ഷേ ഈ 6 അടി 6 ഫുട്ട് ഉള്ള ഒരു മനുഷ്യ ഹ്യൂമൻ ബോഡിയില് ഈ സിസ്റ്റം ട്രാവൽ ചെയ്യുന്ന കിലോമീറ്റർ എത്രയാണെന്നറിയാമോ? 1,61,000 കിലോമീറ്റർ. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്, ഇത്തരം വലിയ നെറ്റ്വർക്ക് കവറാ ഈ നെർവസ് സിസ്റ്റം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, ഈ സർക്കുലേഷൻ സിസ്റ്റം കവർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വലിയ സിസ്റ്റം, ഇറ്റ്സ് എ വെരി ബിഗ് സിസ്റ്റം. പക്ഷെ അതേ സമയത്തില് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. ഓക്കെ, കാരണം നമ്മുടെ തലമയിരല്ലേ, മുടി, അതിനേക്കാൾ ചെറിയ ബ്ലഡ് വെസൽസ്, നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി സെൻസിറ്റീവ്, വെരി സെൻസിറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലോപ്പതി ഡോക്ടേഴ്സ് നോക്കും, ന്യൂറോ സർജന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, കാർഡിയാക് സർജൻ, ഓർത്തോപെഡിക് സർജൻ, ENT സർജൻ, ഇല്ലേ, ജനറൽ സർജൻ, ലാപ്രോസ്കോപ്പി സർജൻ, ഇങ്ങനെ കുറെ ക്യാൻസർ സർജൻസ്, ഇങ്ങനെ കുറെ സർജൻസ് ഉണ്ട്. അതില് ന്യൂറോ സർജൻസ് ഇല്ലേ, അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ഭയങ്കര. 1 minute. എന്താന്ന് പറഞ്ഞാൽ ന്യൂറോ സർജൻസ് വളരെ കോസ്റ്റ്ലി. കാരണം ആ സിസ്റ്റം അങ്ങനത്തെ സിസ്റ്റമാണ്. ഓക്കെ, സോ നമ്മുടെ എലിക്സർ മിക്സും ഇറ്റ് ആക്ട്സ് ഓൺ ദ നെർവസ് സിസ്റ്റം, നോട്ട് ഓൺലി നെർവസ് സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിലും ആക്ട് ചെയ്യും. മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സ് എല്ലാം മാക്സിമം സ്പെസിഫിക് ആയിട്ട് ചില സിസ്റ്റംസിൽ ആക്ട് ചെയ്യും. പക്ഷേ എലിക്സർ മിക്സ് ആക്ട്സ് ഓൺ ദ ഹോൾ ബോഡി, ബട്ട് ഇറ്റ് മെയിൻലി ആക്ട്സ് ഓൺ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അതുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റ് ഇഫക്റ്റ് കിട്ടാൻ കാരണം. ഓക്കെ, എങ്ങനെ ആക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളതുകൊണ്ട്, ഡോപ്പമിൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ദീസ് ആർ ദി ഈ സിഗ്നൽ, ഈ നെർവസ് സിസ്റ്റം എങ്ങനെയാ വർക്ക് ആകുന്നത്? മെയിൻലി ബൈ കണ്ടക്ഷൻ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഇൻസെക്ട്സ് ഓക്കെ നമ്മളെ കടിച്ചാല് നമുക്ക് ഉറക്കത്തിൽ നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാ? ബൈ സിഗ്നൽ. അങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നടക്കുന്നത്? ബൈ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽ നടക്കണമെങ്കിൽ അതിന് ചില കെമിക്കൽസ് വേണം. അതായത് ഈ അസ്റ്റൈൽകോളിൻ, ഡോപ്പമിൻ, ഇങ്ങനത്തെ കെമിക്കൽസ്. ഓക്കെ, അപ്പൊ അത് കിട്ടിയാൽ ഈ നെർവസ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ആകത്തുള്ളൂ. ദിസ് ഇസ് ഒരു വിഷയം. രണ്ടാമത് ഒരു വിഷയം, മെഡിക്കൽ സയന്റിസ്റ്റ് എന്തോ പറയുന്നത് പറഞ്ഞാല്, ഇഫ് യുവർ നെർവസ് സിസ്റ്റം ഈസ് ക്ലെൻസ്ഡ് പ്രോപ്പർലി, നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിക്കലായിട്ട് നെർവസ് സിസ്റ്റം, ഈ സർക്കുലേറ്ററി സിസ്റ്റം ക്ലെൻസ് ചെയ്താൽ യു ക്യാൻ പ്രിവെന്റ് 90% ഓഫ് ഡിസീസ്. ഓക്കെ, കുറെ അസുഖങ്ങള് വരാതെ നമുക്ക് പ്രിവെന്റ് പറയുന്നത് ഏത്? ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും നെർവസ് സിസ്റ്റത്തിനെയും ക്ലെൻസ് ചെയ്യുന്നത്. നമ്മളിപ്പോ 4 വീലർ, കാർ, 2 വീലർ, ബൈക്സ് ഒക്കെ എവറി 3,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എവറി 5,000 കിലോമീറ്റർ, എവറി 10,000 കിലോമീറ്റർ നമ്മൾ എന്തോ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നില്ലേ? അതേ ലൈക്ക് സിമിലർലി ഈ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ക്ലെൻസിങ് നടക്കണം. നോട്ട് ഓൺലി GI ട്രാക്ട്, എല്ലാരും ക്ലെൻസ് ചെയ്യും. എവിടെ? വായ് മുതൽ, മൗത്ത് മുതൽ കുതം വരെ ആ GI ട്രാക്ട്, അതിനെ മാത്രം ക്ലെൻസ് ചെയ്യും. ദിസ് ഇസ് നോട്ട് ഇനഫ്. ഈ ഇതും ക്ലെൻസ് ചെയ്യണം, ക്ലെൻസിങ് നടക്കണം. നെർവസ് സിസ്റ്റത്തിലും ക്ലെൻസിങ് നടക്കണം, സർക്കുലേറ്ററി സിസ്റ്റത്തിലും ക്ലെൻസിങ് നടക്കണം. അതിന് വേണ്ടി ഇതെന്തുവാ? ഇങ്ങനത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അമിനോ ആസിഡ്സ്, ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ചില വൈറ്റമിൻസ്, മിനറൽസിന്റെ ആവശ്യമുണ്ട്. എല്ലാ സപ്ലിമെന്റിലും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും ഈ പറഞ്ഞ
എന്തുവാ വിറ്റമിൻസ് മിനറൽസ് ആൽക്കലോയിഡ്സ് കിട്ടാൻ ചാൻസസ് കുറവാ. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വരുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട് ദേ ആർ ഓൾ ജെനറ്റിക്കലി മോഡിഫൈഡ് അല്ലേ, ദേ ആർ ഓൾ ജെനറ്റിക്കലി മോഡിഫൈഡ്. അപ്പം അതിന്റെ ന്യൂട്രിയൻ വാല്യൂ ഈസ് വെരി വെരി ലെസ്, തീരെ കുറവാ. അതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർക്ക് അസുഖങ്ങൾ വരാൻ ഇൽനെസ്, റീസൺ ഫോർ ഇൽനെസ് ഇതാ കാരണം. മെയിൻ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്, റേഡിയേഷൻ, പൊല്യൂഷൻ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ന്യൂട്രിയൻസ്, പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ല. ഓക്കെ, നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ ന്യൂട്രിയന്റ് വാല്യൂ ഈസ് വെരി ലെസ്. ഓക്കെ, അപ്പം അത് അത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. വാട്ട് ഇസ് ദ ഓപ്ഷൻ? എലിക്സർ മിക്സ് പോലെ ഇരിക്കുന്ന നല്ല സപ്ലിമെന്റ് നമ്മൾ ഇൻടേക്ക് എടുക്കണം, വേറെ വഴിയില്ല. ഓക്കെ, ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രം മതിയെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് സപ്ലിമെന്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ എലിക്സർ മിക്സ് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും ക്ലെൻസിങ് മാത്രമല്ല, ഒരു സിസ്റ്റം ക്ലെൻസ് ആയ ഓട്ടോമാറ്റിക് എന്തുവാ അവിടുത്തെ ഫങ്ഷൻസ്, നഷ്ടപ്പെട്ട ഫങ്ഷൻസ് എല്ലാം റെസ്റ്റോർ ആക്കും. ഇറ്റ് വിൽ കം ബാക്ക് ടു ദ നോർമൽ. ഓക്കെ, അതായത് മെയിൻ ക്ലെൻസ് ആയാല് അതിന്റെ സിസ്റ്റം ഫങ്ഷൻ വിൽ കം ടു നോർമൽസി. അതാ മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് സയന്റിസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കാം 50 years ബാക്ക് എലിക്സർ മിക്സ് ഉണ്ടായിരുന്നോ? അന്ന് ആൾക്കാര് നല്ല ആക്റ്റീവ് ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. 80-85 വയസ്സ് വരെ അല്ലെ, 90-100 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചു. ഓക്കെ, നല്ല ഹെൽത്തി ആയിരുന്നു. പക്ഷെ അന്ന് പൊല്യൂഷൻ കുറവായിരുന്നു. ഓക്കെ, നല്ല എയർ ഉണ്ടായിരുന്നു, നല്ല കാറ്റ്, വാട്ടർ എല്ലാം ഉണ്ടായിരുന്നു, പൊല്യൂട്ടഡ് അല്ല, റേഡിയേഷൻ ഇല്ല. പിന്നെ അന്ന് ഫുഡൊക്കെ ഈ വെജിറ്റബിൾസ് ആകട്ടെ ഫ്രൂട്ട്സ് ആകട്ടെ എല്ലാം ഓർഗാനിക് ആയിരുന്നു. ഇന്ന് അങ്ങനെയാണോ? എല്ലാം കമർഷ്യലൈസ്ഡ് ഇല്ലേ? എല്ലാം പണ്ടൊക്കെ ഒരു ഫ്രൂട്ട് നമുക്ക് ഒരു സീസണിൽ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. ഇന്ന് നോക്ക്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാ, ഒരു ഹൈപ്പർ മാളിൽ പോയാ നമുക്ക് ഏത് ഫ്രൂട്ടും ത്രൂ ദ ഇയർ അവൈലബിൾ ആണ്. ജാനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ കൾട്ടിവേഷൻ മാറി. ഓക്കെ, ഹൈബ്രിഡ് വെറൈറ്റീസ് വരാൻ തുടങ്ങി. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് എന്താ എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ ബോഡി എഫക്ട് ആകാൻ തുടങ്ങി. ദീസ് ആർ ദ റീസൺസ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, ഒരേ ഒരു ഓപ്ഷൻ സപ്ലിമെന്റ് എടുക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ ലൈഫിനെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പാടാം. ഓക്കെ, സോ ഇത് എലിക്സർ മിക്സ് എടുത്താൽ ഒരു 5 ഇമ്പോർട്ടന്റ് ഏരിയ ഇത് ആക്ട് ചെയ്യുന്ന ബോഡിയിൽ. നമ്പർ 1, ഇത് എടുക്കേണ്ട സമയം രാത്രി. ഓക്കെ, 1 hour ആഫ്റ്റർ ഡിന്നർ എ പോർഷൻ ഓഫ് പൗഡർ എടുത്ത് ഹാവ് ടു കീപ് ഇറ്റ് ബിനീത് ദ ടങ്, നാവിന്റെ അടി വെച്ച വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്, ഒരു 10 to 15 സെക്കൻഡ്സിനുള്ളിൽ അത് അബ്സോർപ്ഷൻ ആയിക്കോളും. വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസോ 1.5 ഗ്ലാസോ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നോട്ട് നെസസറി. വേണമെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന ആക്റ്റീവ് അഡൽട്ട് സ്റ്റെം സെൽസിനെ ആക്റ്റീവ് ആക്കും. ഇന്ന് ഹ്യൂമൻ ബോഡിയിൽ ഈ സ്റ്റെം സെൽസ് എല്ലാം ഇനാക്റ്റീവ് ആയിരിക്കുന്നു. ഓക്കെ, 90% എന്തുവാ ഇനാക്റ്റീവ്, ആക്റ്റീവ് അല്ല. അപ്പം എലിക്സർ മിക്സ് എടുക്കുമ്പോൾ ആ സ്റ്റെം സെൽസ് ആക്റ്റീവ് ആകും. അതാ മെയിൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ. അതാ ഇതിന്റെ മെക്കാനിസം ആക്ഷൻ ഇങ്ങനെയാ ഇത് ആക്ട് ചെയ്യുന്നത്. നമ്പർ 2, റിമൂവ്സ് ടോക്സിൻസ് ഫ്രം ദ എൻറ്റയർ സിസ്റ്റം. മെറ്റബോളിക് വേസ്റ്റ് ഇല്ലേ, അതാ ഈ ടോക്സിൻസ്, അത് പുറത്താകും. ഡെയിലി എന്തുവാ ഈ ബോഡിയിൽ നിന്ന് ഈ ടോക്സിൻസ് ഇറ്റ് ഹാസ് ടു കം ഔട്ട്. ഓക്കെ, ത്രൂ മോഷൻ, യൂറിൻ, സ്വെറ്റ്, ഇതിന്റെ വഴിയിൽ ഈ വഴിയാകെ ഇത് പുറത്ത് വരണം. വന്നില്ലെങ്കിലും പാടാം. ഓക്കെ, നമ്പർ 3, ഇംപ്രൂവ്സ് മൈക്രോവാസ്കുലർ സർക്കുലേഷൻ. സർക്കുലേഷൻ അറ്റ് മൈക്രോവാസ്കുലർ ലെവലിൽ ഇംപ്രൂവ് ആകും. ഓക്കെ, കാരണം സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ളതുകൊണ്ട്, എൽ-ആർജിനിൻ, നൈട്രിക് ഓക്സൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ഡൈലേറ്റ്സ് ദ ബ്ലഡ് വെസൽ. ചുരുങ്ങി കിടക്കുന്ന ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യും. സോ ഇറ്റ് എൻഹാൻസസ് ദ ബ്ലഡ് ഫ്ലോ. എവിടെ നിന്ന്, ഏത് ഭാഗത്തില്? ഫ്രം ഹെഡ് ടു ടോ, എല്ലാ കംപ്ലീറ്റ് എല്ലാ നോക്ക് ആൻഡ് കോർണർ എന്തുവാ ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ആവും. പിന്നെ അടുത്തത് ഹോർമോൺസ്. ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ, നമ്മൾ ഏജ് ആകുമ്പോൾ ആണാകട്ടെ ബോത്ത് മെയിൽ ഫീമെയില് ഈ ഹോർമോൺസ് ലെവൽ ഡിപ്പ് ആകും. ഓക്കെ, അപ്പൊ ഹോർമോൺസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ ഡക്ട്ലെറ്റ്സ് ഗ്ലാൻസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇറ്റ് ട്രാവൽസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, എന്തുവാ അതിന്റെ അടുത്ത ഓരോ ഓർഗനും സെൽസുകളും അടുത്തത് എന്തുവാ ചെയ്യേണ്ടത്, അടുത്ത ആക്ഷൻ എന്തുവാ ചെയ്യേണ്ടത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഹോർമോൺസ് ലെവൽ കുറഞ്ഞാൽ സെൽസും ടിഷ്യൂവും അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ല, അവർക്ക് കമാൻഡ് ഇല്ല.
ഇപ്പൊ ഒരു വാർ നടക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ വാർ ഇല്ലേ? അപ്പൊ ഒരു ഹെഡ് ഉണ്ട്, അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ വാർ നടക്കുവോ? അതേപോലെ ഈ ഹോർമോൺസിന്റെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ഇൻസ്ട്രക്ഷൻ ടു ദ സെൽസ്. അതാ ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ മെയിൻലി. കാരണം നമ്മുടെ ബോഡിയിൽ മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആർ ഇൻവോൾവ്ഡ്. ഓക്കെ, ആണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയില് മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആർ ഇൻവോൾവ്ഡ്. അപ്പൊ ആ ഹോർമോൺസ് ലെവൽ കുറഞ്ഞാൽ കൂടുതൽ പ്രശ്നം വരും. അത് നമുക്ക് ഇന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, അടുത്തത് ഫിഫ്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ പറഞ്ഞാൽ ബ്ലഡ് ആൽക്കലിനിറ്റി. ബ്ലഡ് ആൽക്കലിനിറ്റി. ഓക്കെ, ആൽക്കലിൻ pH മെയിൻറ്റെയിൻ ആകും, അപ്പം ഇമ്മ്യൂണിറ്റി കൂടും. ഓക്കെ, ക്യാൻസർ സെൽസ് സർവൈവ് ആകാൻ പാടാ. ഈവൻ ക്യാൻസർ സെൽസ് കനോട്ട് സർവൈവ് ഇൻ ആൽക്കലിൻ pH. നമ്മൾ കൂടുതൽ ഷുഗർ, പ്രോസസ്ഡ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്, ഓക്കെ, പിന്നെ അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് pH കുറയും, അസിഡിക് ആയിട്ട് മാറും. അതുമല്ലാതെ നിന്ന് നമ്മൾ കൂടുതൽ എന്തുവാ യൂസ് ചെയ്യുന്ന? RO വാട്ടറാ യൂസ് ചെയ്യുന്ന. RO വാട്ടർ pH എത്ര? 6.5. നോർമൽ വാട്ടറിന്റെ pH അബോവ് 7 ആയിരിക്കണം. ആക്ച്വലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടറിന്റെ pH മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 അല്ലെങ്കിൽ 9 വരെ വേണം. ഓക്കെ, അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ വെൽ വാട്ടർ അതിന്റെ pH ഇനിയും കുറവാ. വെൽ വാട്ടറിന്റെ pH നോക്കിയാൽ ബിറ്റ്വീൻ 5-5.5 കാണത്തുള്ളൂ. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, സോ വാട്ടർ pH ഷുഡ് ബി അബോവ് 7. എന്നാലേ ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ആകത്തുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് സ്ട്രെസ് ഉണ്ടെങ്കിലും ബ്ലഡിന്റെ pH ഡ്രോപ്പ് ആകും. ഓക്കെ, എലിക്സർ മിക്സ് എടുക്കുമ്പോൾ ആൽക്കലിനിറ്റി pH മെയിൻറ്റെയിൻ ആകും. സോ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്ത് ആകും. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ആന്റി പ്രോട്ടോസോവൽ ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ആകും. ഓക്കെ, ദീസ് ആർ ദ ഫങ്ഷൻസ്. ഇതാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് വേണമെങ്കിൽ ഡീപ്പായിട്ട് നമുക്ക് ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാം. എന്താ ഹോർമോൺ സൈൻ? ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസ് ഇംബാലൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓക്കെ, ഒന്ന് ഏജ് ആകുമ്പോൾ 40, 45, 50, ഇപ്പം ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ മെനോപാസ് സമയത്ത്, മെനോപാസ് ആയ ലേഡീസ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ്, ഓക്കെ, ആ സമയങ്ങളിൽ എന്തുവാ ഈ ഹോർമോൺ ഇംബാലൻസ് വരും. ഹോർമോൺ ഇംബാലൻസ് വന്ന സിംറ്റം എങ്ങനെയാ? ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ, ഫുഡ് തീരെ കുറവായിരിക്കും കഴിക്കുന്നത്, വെയിറ്റ് കൂടി പോകും. അതൊക്കെ ദാറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംറ്റംസ് ഓഫ് ഹോർമോൺ ഇംബാലൻസ്. അതേപോലെ വെയിറ്റ് ലോസ് കുറെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ വെയിറ്റ് ലോസ് ഹോർമോൺസ് ഒരു റീസണാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് കാണും ബോഡിയിൽ. ഓക്കെ, ഫെറ്റീഗ്, ടയർനെസ് കാണും. ഓക്കെ, മസിൽ വീക്ക്നെസ്. ഓക്കെ, മസിൽ വീക്ക്നെസ്, മസിൽ സ്ട്രോങ് ആയിരിക്കണം. മസിൽ വീക്കായ എന്തുവാ ഈ സ്പൈനൽ ആ ഏരിയയിൽ പ്രോബ്ലം വരും, ഹെർണിയ പ്രോബ്ലം വരും. ഓക്കെ, മസിൽ വീക്ക്നെസ്, അത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, പിന്നെ മസിൽ ഏക്ക്, മസിൽ പെയിൻ, പിന്നെ സ്റ്റിഫ്നെസ്, സ്വെല്ലിംഗ്, ജോയിന്റിൽ സ്വെല്ലിംഗ് കാണും, കോൺസ്റ്റിപ്പേഷൻ. ചില ആൾക്കാർക്ക് മോർ ബബിൾ മൂവ്മെന്റ്സ്. ഓക്കെ, ആഹാരം കഴിച്ച ഉടനെ അവർക്ക് ചിലപ്പോൾ മോശം പോകണം. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ അതും ഹോർമോൺ ഇംബാലൻസാ. ബബിൾ മൂവ്മെന്റ്സ് കൂടുതലായാലും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ 4-5 ടൈംസ് 6 ടൈംസ് മോശം പോകും. അങ്ങനെ പോയാലും ശരിയല്ല. ഓക്കെ, പോയില്ലെങ്കിലും പാടാ. ഓക്കെ, സോ ഇതൊക്കെ ഹോർമോൺ ഇംബാലൻസാ. പിന്നെ അടുത്തത് ഫ്രീക്വന്റ് യൂറിനേഷൻ. ഓക്കെ, പിന്നെ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഡിക്രീസ്ഡ് സെക്സ് ഡ്രൈവ്, ഡിപ്രഷൻ, നെർവസ്നെസ്. ഓക്കെ, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ചില ആൾക്കാർക്ക് സ്കിൻ തിക്കണിങ് ആകും, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ചില ഹെയർ ഫോൾസ് വരും, ചില ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, ഇങ്ങനെ ഹെവി പീരിയഡ്സ്. ചില ലേഡീസിന് നോക്കിയാൽ കണ്ടിന്യൂസ് പീരിയഡ്സ് ഹെവി ആയിരിക്കും. ഓക്കെ, ഫേസ് പഫി ഫേസ് ആയിരിക്കും, ചിലപ്പോൾ സ്കിൻ ഡ്രൈ ആയിരിക്കും. ഇതൊക്കെ കാരണങ്ങളാണ്. ഓക്കെ, ദീസ് ആർ ദ ഫാക്ടേഴ്സ്, ദീസ് ആർ ദ സിംറ്റംസ് ആൻഡ് സൈൻസ് ഓഫ് ഹോർമോൺ ഇംബാലൻസ്. ഈ സിംറ്റംസ് വെച്ച് നമുക്ക് നമ്മുടെ ബോഡിയെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ഐ എം അണ്ടർഗോയിങ് ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കണം. ഓക്കെ, ഓക്കെ, അടുത്തത് ഈ ഹോർമോൺ ഇംബാലൻസ് വരാൻ കാരണങ്ങൾ എന്തുവാ? വാട്ട് ഈസ് ദ റീസൺ, അല്ലെങ്കിൽ വാട്ട് കോസസ് ഹോർമോൺ ഇംബാലൻസ്? അത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഓക്കെ, നമ്പർ 1 എന്താന്ന് പറഞ്ഞാൽ ഹോർമോൺ തെറപ്പി. ചില ആൾക്കാർ ചിലപ്പോൾ ഹോർമോൺ തെറപ്പീസ് ഒക്കെ ചെയ്യും, അതുകൊണ്ട് ഹോർമോൺ ഇംബാലൻസ് വരാൻ ചാൻസസ് ഉണ്ട്. certain മെഡിക്കേഷൻസ്, ഓക്കെ, ചില മെഡിസിൻസ് എടുക്കുന്ന കൊണ്ട് ഹോർമോൺ ഇംബാലൻസ് ആകും. കീമോതെറപ്പി എടുക്കുമ്പോൾ ക്യാൻസർ പേഷ്യൻസിൽ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ ഈ ഹോർമോൺസ് ഇംബാലൻസ് ആകും.
ചിലപ്പോൾ ബോഡിയിൽ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഹോർമോൺസിന്റെ ഇംബാലൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് വരും. ഈറ്റിംഗ് ഡിസോർഡർ, പ്രോപ്പറായിട്ട് നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ, 1 മിനിറ്റ്. ഓക്കെ, അപ്പം ട്യൂമേഴ്സ്, ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ദിവസം 3 ടൈംസ് നമ്മൾ ആഹാരം കഴിക്കണമെങ്കിൽ ചില ആൾക്കാർ 4 ടൈംസ് 5 ടൈംസ് 6 ടൈംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈറ്റിംഗ് ഡിസോർഡർ, അതൊക്കെ ദാറ്റ് ഷോസ് ഹോർമോൺ ഇംബാലൻസ്. ചിലപ്പോൾ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിലും ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, പിന്നെ ഇഞ്ചറി, ചിലപ്പോൾ ഇഞ്ചറി ആയാൽ ഹോർമോൺ ഇംബാലൻസ് ആകാൻ ചാൻസസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടല്ലോ, അതും ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്നതാ. ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് പ്രോബ്ലം ഇല്ലേ, അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഹൈപ്പോ ഹൈപ്പർ, അതും എന്തോ ഹോർമോൺ ഇംബാലൻസിന് വരുന്ന കൊണ്ട് റീസൺ. ഓക്കെ, കോസസ് ഹൈപ്പോഗൊണാഡിസം ആണുങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളായത്. ഓക്കെ, അതേപോലെ ഹൈ ലെവൽ ഓഫ് കോർട്ടിസോൾ ലെവൽ കൂടിയാലും ഹോർമോൺ ഇംബാലൻസ് വരും. ഓക്കെ, ഈ കോർട്ടിസോൾ ലെവൽ എപ്പോഴാണ് കൂടുന്നത്? നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ. ഓക്കെ, സ്ട്രെസ് ആകുമ്പോൾ മെന്റൽ ടെൻഷൻ വരുമ്പോൾ കോർട്ടിസോൾ ലെവൽ കൂടും. ഓക്കെ, സെറോട്ടോണിൻ റിലീസ് ആയ കോർട്ടിസോളിന്റെ ലെവൽ കുറയും. ഓക്കെ, എലിക്ഷൻ മിക്സ് എടുത്താൽ, അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂരിൽ ഒരു കേസിന് കൊടുത്തിട്ട്, സൈക്കാട്രിക് കേസ്. ഓക്കെ, വിത്തിൻ 1 വീക്ക് ആ പേഷ്യന്റ് നോർമലായി. അവർ ഇന്ത്യയില് പോകാത്ത സ്ഥലങ്ങളില്ല, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാത്ത ഹോസ്പിറ്റൽസ് ഇല്ല. അവർ കുറെ ട്രീറ്റ്മെന്റ് എടുത്തു, എല്ലാം ഫെയിലിയർ ആയി. എലിക്ഷൻ മിക്സ് കൊടുത്തു, ഷീ ബിക്കം നോർമൽ വിത്തിൻ എ വീക്ക്. കാരണം ആ കോർട്ടിസോൾ ലെവൽ, ഓക്കെ, അത് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്, മെഡിസിൻസ് ഒന്നും. അപ്പം ഇത് എന്താന്ന് പറഞ്ഞാൽ എലിക്ഷൻ മിക്സ് എടുക്കുമ്പോൾ സെറോട്ടോണിൻ ലെവൽ കൂടും. ഓക്കെ, സെറോട്ടോണിൻ ലെവൽ കൂടുമ്പം കോർട്ടിസോൾ ലെവൽ ഓട്ടോമാറ്റിക് കുറയും. എങ്ങനെ? നമ്മൾ പറയുന്നില്ല, കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ, HDL, LDL കുറയ്ക്കണമെങ്കിൽ സിമ്പിൾ, LDL വേറെ ഒന്നും ചെയ്യേണ്ട, HDLന്റെ ലെവൽ കൂടിയാൽ മതി. ഓക്കെ, HDL is high density lipoprotein, otherwise good cholesterol. ഇതിന്റെ ലെവൽ കൂടിയ ഓട്ടോമാറ്റിക് LDL, VLDL ലെവൽ കുറയും. ഓക്കെ, സോ ഇതേ സെയിം മെക്കാനിസമാ. സെറോട്ടോണിൻ ലെവൽ കൂടുമ്പോൾ കോർട്ടിസോൾ ലെവൽ കുറയും. കോർട്ടിസോൾ ലെവൽ കുറഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഹോർമോൺ ഇംബാലൻസിന്റെ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യും. അതുപോലെ ലേഡീസിന് മെനോപാസ്, പ്രഗ്നൻസി, ബർത്ത്, ചിലപ്പം ബർത്ത് കൺട്രോൾ, ഓക്കെ, ബർത്ത് കൺട്രോൾ പിൽസ് ചില പെണ്ണുങ്ങൾ എടുക്കും. ഓക്കെ, അതും വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഹോർമോൺ ഇംബാലൻസ്, ദാറ്റ് ലീഡ്സ് ടു ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, PCOD, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, അല്ലെങ്കിൽ ഓവറി ഡിസോർഡർ. ഓക്കെ, ഇതൊക്കെ ഹോർമോൺ ഇംബാലൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിൽ മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. എങ്ങനെയാ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഓർക്കസ്ട്ര യൂണിറ്റ് പോലെ. ഓക്കെ, ഓർക്കസ്ട്ര ഒരു യൂണിറ്റിൽ ആരൊക്കെ ഉണ്ട്? സിംഗേഴ്സ് കാണും, ഓക്കെ, ഫ്ലൂട്ടിസ്റ്റ്, തബല അടിക്കുന്ന ആൾ, ടാബലിസ്റ്റ് കാണും, ഇല്ലേ, വയലിൻ കാണും, കീബോർഡ് പ്ലേ ചെയ്യുന്ന ആൾക്കാർ കാണും, ഇല്ലേ, ഇങ്ങനെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആ റിതമിൽ പോയാലേ നമുക്ക് അതിന്റെ റിസൾട്ട് സ്വീറ്റ്നെസ് ഉള്ളൂ, അല്ലേ? ആരെങ്കിലും ഒരാള് ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്താലോ സ്ലോ ആയിട്ട് പ്ലേ ചെയ്താൽ എന്താ സംഭവിക്കും? എൻറ്റയർ ഓർക്കസ്ട്രൽ യൂണിറ്റ് എന്തോ ആകും, ഒരു ഇംബാലൻസ് ആകും. അതേപോലെ ഈ ഹോർമോൺസിന്റെ ലെവലും കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ആകണം. ഇതിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ആകണം. ഓക്കെ, ടു മച്ച് അല്ലെങ്കിൽ ടു ലോ, അത് എന്തുവാ നമ്മുടെ എൻറ്റയർ ഹ്യൂമൻ ബോഡിയെ വീക്ക് ആക്കും. ഓക്കെ, അതേപോലെ ഒരു ഓർക്കസ്ട്ര യൂണിറ്റ് എങ്ങനെ ഫങ്ഷൻ ആകണോ അതേപോലെ ഈ ഹോർമോൺസും ഫങ്ഷൻ ആകണം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ഓഫ് ബാലൻസ് ആകും. ഓക്കെ, ഈ ഹോർമോൺസിന്റെ മെയിൻ ഫങ്ഷൻ, ഒരു ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഈ ഹോർമോൺ ഇംബാലൻസ്. ഇന്ന് കൂടുതൽ ഹോർമോൺ ഇംബാലൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറ, ഓക്കെ, ഈ പ്രസന്റ് ജനറേഷൻ ഇല്ലേ, ഇപ്പോഴത്തെ ഈ യങ്ങർ ജനറേഷന് കൂടുതൽ പ്രോബ്ലം ഉള്ളത് ഹോർമോൺ ഇംബാലൻസ് ആണ്. ഓക്കെ, ഹോർമോൺ ഇപ്പം വരുന്നത് അത് എസ്പെഷ്യലി ഇന്ന് ഒരു 10-20 വർഷത്തിന് മുന്നേ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവായിരുന്നു. ഇപ്പം എല്ലാം IT ഫീൽഡ് ഒത്തിരി ഫാസ്റ്റ് ഡെവലപ്പ് ആയതുകൊണ്ട്
ഓരോ ഫാമിലിയുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം കൂടിയത് കൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എൻറ്റയർലി ചേഞ്ച് ആയി. ആൾക്കാർ എന്തോ വിചാരിക്കുന്നത്, ഒത്തിരി ഹോട്ടലിൽ പോയി ഓക്കെ മീറ്റ്, റെഡ് മീറ്റ്സ്, ചിക്കൻ, ബർഗർ, പിസ്സ, ഹോട്ട് ഡോഗ്, ഇങ്ങനത്തെ ഇതാ നല്ല ഹെൽത്തി ഫുഡ് എന്ന് ആൾക്കാർ വിചാരിക്കുന്നു. പക്ഷെ ആ ഫുഡൊക്കെ എന്തോ സംഭവിക്കുന്ന, കഴിക്കുമ്പോൾ എന്തോ നടക്കുന്നത്, ഹോർമോൺ ഇംബാലൻസിന് ഉണ്ടാക്കുന്ന ആർക്ക്, ഇപ്പം വരുന്ന യങ്ങർ ജനറേഷൻ. ഓക്കെ, ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ബോഡിയിൽ ഇരിക്കുന്ന ഓരോ സെൽസും ടിഷ്യൂം അടുത്തത് എന്താ ചെയ്യേണ്ടത്, അത് മാത്രമല്ല ഇതിന്റെ മെയിൻ എന്തുവാ, നമ്മുടെ ഗ്രോത്ത്, മെറ്റബോളിസം, മൂഡ്, റീഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാ ഈ ഹോർമോൺസ്. എന്തുവാ, ഗ്രോത്ത്, മെറ്റബോളിസം, മൂഡ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ ഫംഗ്ഷൻ. ഇതിനെ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കുന്നത് ആരാ, ഈ ഹോർമോൺസ് ആണ്. അപ്പം ഈ ലെവലിൽ കുറയുമ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നഷ്ടപ്പെടും. ഗ്രോത്ത് നഷ്ടപ്പെടും, അല്ലേ, മെറ്റബോളിസം അഫക്റ്റ് ആവും. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്തുവാ, ഒരു കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, അത് ഡൈജഷൻ ആകുന്നു, ഓക്കെ, അബ്സോർപ്ഷൻ ആകുന്നു, എല്ലാ സെൽസിനും ആ വിറ്റമിൻസ്, ന്യൂട്രിയൻസ് പോകുന്നു, അതിന്റെ എഫക്ട്, ഡിസൈഡ് എഫക്ട് കിട്ടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ സബ്സ്റ്റൻസ് എന്തുവാ, തിരിച്ച് വെളിയിൽ വരണം. ഇറ്റ് ഹാസ് ടു കം ഔട്ട്. ഓക്കെ, നമ്മൾ ഒരു ഇഡ്ഡലി കഴിച്ചാൽ അതിന് എന്തുവാ നമുക്ക് കിട്ടുന്ന മെയിൻ എന്തുവാ, ഒത്തിരി സബ്സ്റ്റൻസ് ഉണ്ട് അതില്. ഒരേ ഒരു വിഷയം മെയിൻ എന്തുവാ, എനർജി, കാർബോഹൈഡ്രേറ്റ്, ഇല്ലേ, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് എനർജി കിട്ടി. ഇപ്പം അത് അതിന്റെ ഫംഗ്ഷൻ തീർന്നോ, ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞാൽ നമുക്ക് എനർജി കിട്ടി, പിന്നെ അതിലിരിക്കുന്ന ബൈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് ടു കം ഔട്ട്. ബോഡി സിസ്റ്റത്തെ വിട്ട് ഇറ്റ് ഹാസ് ടു കം ഔട്ട്. എങ്ങനെ വരണം, കിഡ്നിയോ ലിവർ വഴി വന്ന് ഇറ്റ് ഹാസ് ടു കം ഔട്ട്, ഇല്ലേ, യൂറിനോ മോഷനോ ആ വഴിയാ ഇത് പുറത്ത് വരണം, ഇല്ലേ. അപ്പം ഈ റിമൂവൽ പ്രോസസ്സും കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതാ മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്നില്ലേ, അതിന്റെ കംപ്ലീറ്റ് ആ കെമിക്കൽ റിയാക്ഷനാ ഈ മെറ്റബോളിസം എന്ന് പറയുന്നത്. അടുത്തത് മൂഡ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഓക്കെ, മൈൻഡ്, അതിനെയും ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ മൂഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത റീപ്രൊഡക്ഷൻ. ഓക്കെ, അടുത്ത സന്തതി ഫോം ആകണം, അല്ലെ, ആ റീപ്രൊഡക്ഷനും വേണ്ടിയത് ഈ ഹോർമോൺസ്. പിന്നെ സെക്ഷൽ ഫംഗ്ഷൻ. അപ്പൊ ഇതിനൊക്കെ മെയിൻ ഈ ഹോർമോൺസിന്റെ ലെവൽ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം, ഈ 5 ഫാക്ടർ, ഗ്രോത്ത്, മെറ്റബോളിസം, മൂഡ്, റീപ്രൊഡക്ഷൻ, സെക്ഷൽ ഫംഗ്ഷൻ എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ എലിക്സർ മിക്സ് എടുക്കുമ്പം നമുക്ക് ഹോർമോൺ ഇംബാലൻസ്, നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞ ഒരു ടോപ്പിക്, ഹോർമോൺ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യും. പക്ഷെ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക്. നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ടൊക്കെ സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക്. അതിൽ കുറെ ഹോർമോൺസ് ഉണ്ട്. ഓരോ ഹോർമോൺ എടുക്കുമ്പോൾ മിനിമം 1 hour പഠിക്കണം. ഓക്കെ, ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഓക്കെ, ആ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഓക്കെ, അപ്പം ഈ നേച്ചുറൽ ആയിട്ട് ഈ ഹോർമോണെ നമുക്ക് എലിക്സർ മിക്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. നമുക്ക് ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി, ഓക്കെ, നല്ല പ്രോപ്പർ ഡയറ്റ്, ഓക്കെ, ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, പ്രോപ്പർ ഡയറ്റ് വേണം. ഇത് ഉണ്ടെങ്കിലേ ഹോർമോൺ ഇംബാലൻസ് ബാലൻസ് ആയിക്കോളും. ഓക്കെ, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാൽ മതി. പക്ഷെ ഇന്ന് ആ ഫുഡ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് നമ്മൾ എലിക്സർ മിക്സിന് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ്. ഹോർമോൺസ് ഇംബാലൻസിനെ ബാലൻസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ നമുക്ക് ഈ എഫക്ട് ബോഡിയിൽ കിട്ടുന്നത്. പിന്നെ അതുമല്ലാതെ മെയിൻ എന്താന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. അത് മാത്രമല്ല, ഒരു 15 ഗ്രേറ്റ് എഫക്ട്സ് ഉണ്ട് നമുക്ക് ബോഡിയിൽ. എന്താന്ന് പറഞ്ഞാൽ ഫിസിക്കലി വെരി സ്ട്രോങ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും, കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രിവെന്റ് ചെയ്യാം, നമുക്ക് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം, ആക്റ്റീവ് മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇമ്മ്യൂണിറ്റി നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ലിവർ, കിഡ്നി, ലങ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകും. പിന്നെ എലിക്സർ മിക്സിൽ എന്താന്ന് പറഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ BPH, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ, അതിന് നല്ല കൺട്രോൾ കിട്ടും. ഓക്കെ, യൂഷ്വലി ജെൻസിന് വരുന്ന പ്രോബ്ലമാ, 50-55 ഇയേഴ്സിന് മുകളിൽ ആണുങ്ങൾക്ക് വരുന്ന പ്രശ്നം, ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആകുന്നത് കൊണ്ട്, യൂറിനറി ട്രാക്ട്, യൂറിനറി ആ പാത്വേ അഫക്ട് ആകുന്നത് ചിലപ്പം ഈ യൂറിൻ ഔട്ട്പുട്ട് അഫക്ട് ആകും. ഓക്കെ, അതിന് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും ഈ എലിക്സർ മിക്സിൽ. പിന്നെ സെക്ഷൽ ലൈഫ്, യു ക്യാൻ ലീഡ് എ വെരി ഹാപ്പി സെക്ഷൽ ലൈഫ്. ഫെർട്ടിലിറ്റി മാറും, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം മാറും, ഫെർട്ടൈൽ ആകും ആൾക്കാർ. ഓക്കെ, അടുത്തത് മസിൽ ഗ്രോത്ത്, നല്ല മസിൽ ഗ്രോത്ത് ആയിരിക്കും, ഫെറ്റിക് മാറും, ആൻസൈറ്റി കണ്ടീഷൻ അത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം, മെമ്മറി ഇംപ്രൂവ് ആകും, സ്ട്രെസ് മാനേജ്മെന്റ് കിട്ടും. ഓക്കെ, നെർവസ് സിസ്റ്റം ക്ലെൻസ് ആകും. ഇങ്ങനെ
ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ എലിക്സർ മിക്സ് എടുക്കുമ്പോൾ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രം കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ എലിക്സർ മിക്സ് എടുത്താൽ സപ്പോർട്ട് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത്